ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എനിക്ക് മെയിനായിട്ടൊരു രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ വന്നപ്പോഴത്തേക്ക് കാർത്തിക് പറഞ്ഞു കാണും, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ US-ൻ്റെ റെസിപ്രോക്കൽ ടാക്സേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, April 2 ആർബിട്രറി ആയിട്ട് എല്ലാ കൺട്രീസിനും ഹ്യൂജ് ഇമ്പോർട്ട് ഡ്യൂട്ടി US ഇമ്പോസ് ചെയ്തു. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ് മാർക്കറ്റ് മൊത്തം ക്രാഷ് ചെയ്തു. കാര്യം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 3.8% അവർ ഈ 26% ആക്കി. അങ്ങനെയുള്ള വേൾഡിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും 35%, 30% അങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രോഡക്റ്റ് നമുക്ക് US-ൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മേടിക്കുന്ന ആൾക്കാർക്ക് അഡീഷണൽ 26% കൂടെ ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. ആ ഡ്യൂട്ടി ഈസ് ഗോയിങ് ടു ദി US ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ US ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഡിസിഷൻ വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് അന്ന് April 2 ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്തു. നമ്മുടെ മാർക്കറ്റ് നന്നായിട്ട് ക്രാഷ് ചെയ്തു. അത് അപ്പോഴത്തേക്ക് ഈ സെഡ് ദാറ്റ് ഓക്കെ വി വിൽ ഗീവ് എ 3-month pause ഫോർ ടാരിഫ്സ്. ദാറ്റ് പോസ് എൻഡഡ് ഓൺ July 9. അപ്പോൾ അവരുദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരീഡിൽ, ഈ 3 മാസത്തെ പീരീഡിൽ എല്ലാവരുമായിട്ടൊരു ട്രേഡ് ഡീല് നടത്താമെന്ന് US വിചാരിച്ചു. പക്ഷേ ഇറ്റ് ഡിഡ് നോട്ട് വർക്കൗട്ട്. ആകെ 3 കൺട്രീസുമായിട്ടാണ് ഒരു ട്രേഡ് ഡീല് നടന്നിരിക്കുന്നത്. അത് ഒന്നെന്ന് പറയുന്നത് US ക്ലെയിം ചെയ്യുന്ന ചൈനയായിട്ടാണ്. ചൈനയ്ക്ക് ആദ്യം 245% ഇമ്പോർട്ട് ഡ്യൂട്ടി അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 55% നിൽക്കുകയാണ്. പക്ഷേ ചൈന ഹാസ് നോട്ട് അക്സെപ്റ്റഡ് ഇറ്റ്. പക്ഷേ UK ആയിട്ടൊരു ട്രേഡ് ഡീല് അവർ ഏകദേശം ഫൈനലൈസ് ആയിട്ടുണ്ട്. പിന്നെ വിയറ്റ്നാമായിട്ട് ഒരു ട്രേഡ് ഡീൽ നടത്തിയിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഒരു കൺട്രീസുമായിട്ടും ഒരു ട്രേഡ് ഡീലും ഇതുവരെ ആയിട്ടില്ല. അപ്പം ഈ ഡേറ്റ് ആയപ്പോഴത്തേക്ക് US എക്സ്റ്റെൻഡഡ് ഇറ്റ് ടു August 1. എന്നുവെച്ചാൽ August 1 നമ്മളൊരു ട്രേഡ് ഡീൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഡ്യൂട്ടീസ് 26-27% എല്ലാം വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് വാട്ട് he has recently done is he has sent letters to 23 countries saying that നിങ്ങളൊരു ഡീല് നടത്താത്ത കാരണം ഞങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർ കാനഡ അന്ന് April 2 അനൗൺസ് ചെയ്തത് ഇറ്റ് വാസ് 25%, ഇപ്പോൾ 35% ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ചും പുള്ളിക്ക് കാനഡയുടെ അടുത്ത് ദേഷ്യം തോന്നുമ്പോഴത്തേക്ക് ഡ്യൂട്ടി കൂട്ടി പറയുകയും ആ ഒരു രീതിയിലാണ്. അതിന് ഒരു എന്താണ് ലോജിക്കലായിട്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് ഫോർ പൊളിറ്റിക്കൽ റീസൺസ് ഹീസ് ഇൻക്രീസിങ് ഡ്യൂട്ടി. അങ്ങനെ ഒരു വളരെ ഒരു അൺസ്റ്റേബിൾ ഒരു മനുഷ്യനെ കണക്ക് ബിഹേവ് ചെയ്ത് വരികയാണ്. അപ്പോൾ റീസെൻ്റ്ലി യെസ് സെൻഡ് ലെറ്റേഴ്സ് ടു 23 കൺട്രീസ്. അതിൽ പല ആൾക്കാർക്ക് നേരത്തെ April 2 പറഞ്ഞ ഡ്യൂട്ടിയെ കാട്ടി കൂടുതൽ ഡ്യൂട്ടിയാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബട്ട് യെസ്റ്റർഡേ ഇന്നത്തെ പേപ്പറിൽ യെസ്റ്റർഡേ ഐ റെഡ് ഇൻ ദ പേപ്പേഴ്സ് ദാറ്റ് ഇപ്പോൾ ലെറ്റർ അയക്കാത്ത കൺട്രീസിന് ഹി വിൽ ബി ചാർജിങ് 15%, 20% ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒറിജിനൽ ഡ്യൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് US-ൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ 16% ഡ്യൂട്ടി അവരെ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, നമുക്ക് തിരിച്ച് വേണമെങ്കിൽ അവർ ചാർജ് ചെയ്തോട്ടെ, 15-16% ചാർജ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് 26 ആയത്. അതിനുശേഷം ഇതിപ്പം ആ ഡ്യൂട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും എല്ലാവർക്കും മിനിമം 10% ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 3.8 എന്നുള്ളത് 10 ആയി. ഇനി നമുക്ക് വരാൻ പോകുന്നത് 15 അല്ലെങ്കിൽ 20% ആണ്. ഓക്കെ, നമ്മളൊരു 15% കാറ്റഗറിയിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺ ദ ലോവർ സൈഡ്. അങ്ങനെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അവരെ ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടി 16 ആണെങ്കിൽ നമുക്കൊരു 15 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മാനേജബിൾ. ബിക്കോസ് ഓൾറെഡി വി ആർ പേയിങ് 10% ഡ്യൂട്ടി. അതിൻ്റെ പുറത്തൊരു 5% കൂടെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു ഇഷ്യൂ ഒന്നുമല്ല. അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് അന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് വീഴുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രേഡ് വാർ വന്നിട്ട് ഇപ്പോൾ ചൈനയും US-ഉമായിട്ടൊരു, അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമീസ്. നമ്മളിപ്പോൾ ഇന്ത്യൻ എക്കോണമി 3rd ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിനി 2nd ആവണമെങ്കിൽ 50 വർഷം കൂടെ കഴിയണം. അത്രയ്ക്ക് ഡിസ്പാരിറ്റി ഉണ്ട് ഈ നമ്മുടെ എക്കോണമികൾ തമ്മിൽ. അപ്പോൾ ഇവർ തമ്മിലൊരു ഒരു ഫൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് ദ വേൾഡ് എക്കോണമി ഇൻ ടോട്ടൽ. അപ്പോൾ അത് ഭാഗ്യവശാൽ അവർ തമ്മിൽ ഒരു ധാരണ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ ചൈനയ്ക്ക് ഒരു 55% ആയി. ഒരു ട്രേഡ് വാർ വരുമെന്ന് തോന്നുന്നില്ല.
പിന്നെ നമുക്ക് ഈ ട്രംപിനെ കുറിച്ചുള്ള ആകെ ഒരു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ദിവസവും വന്നിട്ട് ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ശരി നമുക്ക് 15 or 20 ആണെന്നുണ്ടെങ്കിലും ഇന്ത്യ വിൽ ബി ഏബിൾ ടു മാനേജ് ബിക്കോസ് വി ആർ നോട്ട് ടോട്ടലി ഡിപ്പെൻഡൻറ്റ് ഓൺ അവർ എക്സ്പോർട്ട് ടു US. നമ്മുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ 16 or 15% എങ്ങാണ്ട് US-ലുള്ളൂ. ബട്ട് കൺട്രീസ് ലൈക്ക് വിയറ്റ്നാം ദേ ആർ എക്സ്പോർട്ടിങ് ഓൾമോസ്റ്റ് 70-80% ടു ദി US. ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഒരു അമേരിക്ക പറഞ്ഞ കണക്ക് ഒരു ഡ്യൂട്ടി അവർ എഗ്രി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ദർ ഇസ് നോട്ട് എ ബിഗ് വറി ഫോർ അസ്. പക്ഷേ പുള്ളിക്കാരൻ ഓരോ ദിവസവും പറയുന്നത്, ഫോർ എക്സാമ്പിൾ 4 ദിവസം മുമ്പ് പറഞ്ഞ് ഓക്കെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് ഐ എം ഗോയിങ് ടു ഇമ്പോസ് 200% ഡ്യൂട്ടി. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന കൺട്രീസ് 2 കൺട്രീസേ ഉള്ളൂ, ഇന്ത്യയും ചൈനയും, ദാറ്റ് വി ആർ ഗോയിങ് ടു ചാർജ് 500% ഡ്യൂട്ടി. അപ്പം പിന്നെ പറഞ്ഞ് ഈ ബ്രിക് കൺട്രീസിൻ്റെ മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞതല്ലേ, ബ്രിക് കൺട്രീസിൻ്റെ മീറ്റിങ്ങിന് ദേ ആർ അഫ്രൈഡ് ദാറ്റ് നമ്മളെല്ലാം കൂടെ വേറെ ഒരു കറൻസിയിൽ ട്രേഡ് തുടങ്ങുമെന്ന് പേടിച്ച് പറഞ്ഞ് ബ്രിക് കൺട്രീസ് മെമ്പേഴ്സിനെല്ലാം 10% ഡ്യൂട്ടി ഞാൻ കൂട്ടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലൊരു അൺസ്റ്റേബിൾ കാര്യമായതുകൊണ്ട് ഇപ്പോഴും നമുക്കറിയില്ല എന്താണ് ഡ്യൂട്ടി നമ്മളെ ചാർജ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മളാണ് US-ഉമായിട്ട് ആദ്യമേ നെഗോസിയേഷൻ നമ്മൾ തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ ട്രംപ് പ്രസിഡൻ്റായ സമയത്ത് ഐ തിങ്ക് അവർ പ്രൈം മിനിസ്റ്റർ വിസിറ്റഡ് ദെയർ, അന്ന് മുതൽ സംസാരം നടക്കുകയാണ്. ഒത്തിരി ടോക്സായി, പല ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 15 or 20% ഡ്യൂട്ടി വിൽ കം ഓൺലി ഓൺ August 1st, ബിഫോർ വിച്ച് ആ ഡേറ്റിന് മുമ്പ് നമ്മൾ അവരുമായിട്ടൊരു ഡീല് സ്ട്രൈക്ക് ചെയ്യണം. അങ്ങനെ സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിൽ മാത്രമേ ഈ 15 or 20% ഡ്യൂട്ടി വരുള്ളൂ. അപ്പോൾ ഈ ട്രംപ് പറയുന്ന കണക്ക് 500%, 200% ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 15 or 20% ഡ്യൂട്ടി വി ക്യാൻ മാനേജ്. അപ്പോൾ മാർക്കറ്റിന് ഇത്രയും കാലം ഉണ്ടായിരുന്ന വെച്ചാൽ മാർക്കറ്റ് വാട്ട് ഇറ്റ് ഡസൻ ലൈക്ക് ഇറ്റ്സ് അൺസർട്ടണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും എന്നുള്ള പേടിയാണ്. ഇന്നത് വരും എന്നുള്ളത് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് മാർക്കറ്റ് വീഴാനുള്ള റീസൺ ഇത് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് എന്താണ് ഡ്യൂട്ടി നമുക്ക് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാന്നുള്ളതാണ് ഒരു ഡ്യൂട്ടി. പക്ഷേ ഇന്നത്തെ പത്രത്തിലാണ് ഞാൻ വായിച്ചത്, ഇന്നലെ വന്ന ന്യൂസാണ്, അതിൽ ഈ 15 or 20% എന്ന് പറഞ്ഞാൽ വിൽ ബി ഏബിൾ ടു മാനേജ്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഉള്ളത് കാർത്തിക് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ജെയിൻ സ്ട്രീറ്റ് ക്യാപിറ്റൽ. ഞാൻ വന്നപ്പോഴത്തേക്ക് അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാർത്തിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു. എന്നിരുന്നു കഴിഞ്ഞാലും എനിക്ക് അതിനകത്ത് വളരെ ഒരു ഇതായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് നമ്മളെല്ലാവരും പറയുന്നത് ഫ്യൂച്ചേഴ്സ് വളരെ അഡ്വാൻസ്ഡ് ആണ്, ലോകത്തിലെ ഫ്യൂച്ചർ കോൺട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഡിറൈവ് ചെയ്താണെന്നെല്ലാം പറയുന്നു. ശരിക്കും ഈ ഡെറിവേറ്റീവ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഹെഡ്ജിങ് പ്രോഡക്ട്സ് ആയിട്ട് ആണ് ലോകത്ത് എല്ലായിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ദീസ് ഡെറിവേറ്റീവ് പ്രോഡക്ട്സ് ലൈക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആർ യൂസ് ഫോർ സ്പെക്കുലേറ്റീവ് പർപ്പസസ് ആണ് 90%. അപ്പോൾ ഈ അടുത്ത ഒരു 2022-23 ശേഷമാണ് ഈ ഓപ്ഷൻസിൻ്റെ ട്രേഡിങ് വളരെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ NSEയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് NSEയുടെ ടോട്ടൽ റവന്യൂസ്, എക്സ്ചേഞ്ചിൻ്റെ ടോട്ടൽ റവന്യൂസിൻ്റെ 63% ഇസ് കമ്മിങ് ഫ്രം ഓപ്ഷൻസ്. അതുപോലെ ഒരുപാട് ഈ ഡിസ്കൗണ്ട് ബ്രോക്കിങ് ഉള്ള ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട്, അവരുടെ എല്ലാം 60-70% റവന്യൂസ് ഓപ്ഷൻസിൽ നിന്നാണ് വരുന്നത്. So everybody was promoting this options trading. ശരിക്കും ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബോത്ത് ആർ ഈക്വലി ഡേഞ്ചറസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ എ കോമൺ മാൻ ടു ട്രേഡ്. ദാറ്റ് ഈസ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ രണ്ടും ലിവറേജ്ഡ് പ്രോഡക്ട്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നമുക്ക് ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൽ ഗോ ആൻഡ് ബൈ റിലയൻസോ അങ്ങനെ ഏതെങ്കിലും നല്ല ഷെയർസ് നമ്മൾ മേടിച്ചു. Suppose it is coming down, naturally market can come down by 10%, 20%. We will lose only 20% of our investments. Okay, 1 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് 20% ഇറങ്ങിയാൽ നമ്മുടെ കയ്യിൽ അപ്പോഴും 80,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ഈ ലിവറേജ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ഒരു സ്റ്റോക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10-15% മാർജിൻ കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സിൽ 1 ലക്ഷം രൂപയുടെ ഷെയർ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10% മാർജിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ലോട്ടറി മേടിക്കാം. ഓക്കെ, അത് ഒരു 10% കൂടുകയാണെങ്കിൽ സപ്പോസ് ദ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ്, വി വിൽ ഡബിൾ അവർ മണി, റൈറ്റ്? ആൻഡ് സപ്പോസ് ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ ബൈ 10%,
വി ലൂസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ലിവറേജ് പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഈസി ടു ലൂസ് മണി ഇൻ ലിവറേജ് പ്രോഡക്ട്സ്. ഞാൻ സത്യം പറഞ്ഞാൽ 89 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പണ്ട് ഈ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസൊക്കെ വരുന്നതിന് മുമ്പ് വി ഹാഡ് ബദല ട്രേഡിങ്ങും ക്യാരി ഓവർ ട്രേഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നെന്ന് വെച്ചാൽ ഇന്നത്തെ കണക്ക് ഡെയിലി സെറ്റിൽ ചെയ്യണ്ട, ആദ്യം 1 മന്ത് സെറ്റിൽമെൻ്റ് ആണ്. ഇന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 10% മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ 1 മന്തിനുള്ളിൽ ബാക്കി അടച്ച് ഡെലിവറി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് സ്കോർ ഓഫ് ആയി പോകും. അത് ബദല ട്രേഡിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഫീച്ചേഴ്സിൻ്റെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്തത്. അപ്പോൾ ഫീച്ചേഴ്സിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു 10 to 15% മാർജിൻ കൊടുക്കണം. പക്ഷേ ലോസ് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻസ് കട്ടായി പോകും. ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈ പേയിങ് എ സ്മോൾ മാർജിൻ, അതിനെ പ്രീമിയം എന്നാണ് പറയുന്നത്, യു ക്യാൻ ടേക്ക് എ പൊസിഷൻ ഓൺ എ പെർട്ടിക്കുലർ സ്റ്റോക്ക്. ദാറ്റ് ഈസ് ഇപ്പോൾ സപ്പോസ് റിലയൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. റിലയൻസ് ഇസ് ട്രേഡിംഗ്, ലെറ്റ് us assume it is trading at 1000 rupees. അപ്പോൾ 1000 rupeesൻ്റെ ഒരു ഡീറ്റെയിൽ സബ്ജക്റ്റാണ്, ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ 1000 rupeesൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 രൂപ കൊടുത്തൊരു ഓപ്ഷൻ മേടിക്കുക. ഓക്കെ, അപ്പോൾ ഈ 5 രൂപ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രീമിയം ആണ്. ലെറ്റ് us assume that Reliance is trading at 1000 rupees and we are paying a premium of 5 rupees. അപ്പോൾ ഓപ്ഷൻസ് ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ റിലയൻസ് 1010 രൂപ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 രൂപ പ്രോഫിറ്റ് കിട്ടും. 5 രൂപ നമ്മൾ പ്രീമിയം കൊടുത്തു, ആ 5 രൂപ പോയി ബാക്കി 5 രൂപ നമുക്ക് കിട്ടും. ഓക്കെ, സപ്പോസ് ഈ 1000 rupees എന്നുള്ള റിലയൻസ് 990 ആവുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ലൂസ് ഓൺലി 5 rupees. അപ്പോൾ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വി ആർ ടേക്കിംഗ് എൻ ഓപ്ഷൻ ടു പർച്ചേസ് എ പെർട്ടിക്കുലർ സ്റ്റോക്ക് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമൊക്കെ ഈ പ്രോഡക്റ്റ് 2001 വന്നപ്പോഴത്തേക്ക് ഐ തോട്ട് ടു വാട്ട് എന്ത് അട്രാക്റ്റീവായിട്ടൊരു പ്രോഡക്റ്റ്, നമുക്കൊരു ചെറിയ എന്ന് വെച്ചാൽ ഇത് ഓപ്ഷൻ ഇതെല്ലാം എക്സ്പയറി ആവുന്നത് 1 month 2 month 3 month ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 5000 രൂപ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ 1000 ഓപ്ഷൻസ് മേടിക്കാം. മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിലയൻസ് 2000 ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി കാശ് കിട്ടും. താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് 5000 രൂപയേ ഉള്ളൂ. അങ്ങനെ ഈ ഓപ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഓപ്ഷൻസ് നമ്മുടെ ഇൻഡെക്സിൽ വന്നു, ഇതിലെല്ലാം വന്നു. അപ്പോൾ ഓപ്ഷൻസിലൊക്കെ ഭയങ്കര ട്രേഡിംഗ് ആയിരുന്നു. ബട്ട് വാട്ട് ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ് ഇസ് ഓപ്ഷൻസ് ബയേഴ്സ് 99% of the people they lose money. ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്കാരാണ് പൈസ പോകുന്ന ആൾക്കാർ. അപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്കാർ ആരാണ്? മോസ്റ്റ്ലി സ്മോൾ ഇൻവെസ്റ്റേഴ്സ്, ചെറിയ ഇൻവെസ്റ്റേഴ്സ്. കാര്യം 5000 എടുത്താൽ നമുക്ക് മേടിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നല്ലൊരു ട്രേഡറായിരുന്നു, നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ ട്രേഡ് ചെയ്ത പൈസ എല്ലാം പോയി. പുള്ളി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാർ ഔട്ട് ഓഫ് ദ മണി, ഇപ്പം റിലയൻസ് 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1100 ഓപ്ഷൻ പോയി മേടിക്കും. അതാകുമ്പോൾ 50 പൈസ 1 രൂപയ്ക്ക് കിട്ടും. ഞാൻ ഇത് മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? റിലയൻസ് അഥവാ റിലയൻസ് 1200 വരികയാണെങ്കിൽ എൻ്റെ 50 പൈസ 100 രൂപയാവില്ലേ? അപ്പം ഈ സ്പെക്കുലേറ്റീവ് മെൻറ്റാലിറ്റി കൊണ്ടാണ് ഈ ആൾക്കാർക്ക് ഈ ഓപ്ഷൻസ് ട്രേഡിങ്ങിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസിൽ കോൾ ഓപ്ഷനുണ്ട്, പുട്ട് ഓപ്ഷനുണ്ട്. ഈ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ കോൾ ഓപ്ഷൻ മേടിക്കും, മേളിലോട്ട് പോകുമ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റിലയൻസിൻ്റെ 1000ൻ്റെ കോൾ ഓപ്ഷൻ 5 രൂപയ്ക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ഇറങ്ങി 900 rupees ആവുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. ഓക്കെ, അപ്പോൾ കോൾ ഓപ്ഷൻസ് നമ്മൾ ബൈ ചെയ്യുന്നത് മാർക്കറ്റ് ബുള്ളിഷ് ആകുമ്പോഴും, പുട്ട് ഓപ്ഷൻസ് നമ്മൾ ബൈ ചെയ്യുന്നത് ഇത് ഇറങ്ങുന്നുള്ളൂ. പക്ഷേ മിക്കവാറും ഇതിനകത്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ഓപ്ഷൻ സെല്ലേഴ്സാണ്. ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് പ്രീമിയം കൊടുത്താൽ മതി. ഓപ്ഷൻ സെല്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മാർജിൻ കൊടുക്കണം 10 to 15%. ഓക്കെ, അപ്പോൾ ഹൂ ആർ ദ ഓപ്ഷൻ സെല്ലേഴ്സ്? ദേ ആർ ദ പീപ്പിൾ ഹൂ ഹാവ് സഫിഷ്യൻറ്റ് മണി, ഹ്യൂജ് ക്യാപിറ്റലുള്ള ആൾക്കാർക്ക് ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ്, ഔട്ട് ഓഫ് ദ മണി എന്ന് വെച്ചാൽ ഫാർ ഔട്ട് ഓഫ് ദ മണി, 1000 ഉള്ളപ്പോഴത്തേക്ക് 2000ൻ്റെ ഓപ്ഷൻ സെല്ല് ചെയ്യും. ഒരിക്കലും വരാൻ പോകുന്നില്ല. ഈ പാവപ്പെട്ട ചെറിയ ഇൻവെസ്റ്റേഴ്സ് 2000 ആവുമെന്ന് വിചാരിച്ചിട്ട് മേടിക്കുന്നവരുടെ എല്ലാം എക്സ്പയറി ആകുമ്പോഴത്തേക്ക് ഈ പൈസ മുഴുവൻ അവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസിലെ ട്രേഡിങ് അങ്ങനെ കൂടി ഇറ്റ് ഹാസ് റീച്ച് ടു സച്ച് എ സ്റ്റേജ് ദാറ്റ് ഈ പറഞ്ഞ കണക്ക് ഈ ജെയിൻ സ്ട്രീറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആക്ച്വലി ഇറ്റ് ഇസ് എ മൾട്ടിനാഷണൽ കമ്പനി ബേസ്ഡ് ഇൻ വാൾ സ്ട്രീറ്റ്. അവർക്ക് 45 കൺട്രീസിൽ അവർ ട്രേഡ് ചെയ്യാണ്. 45 കൺട്രീസിൽ ഇൻ ഏഷ്യ, യൂറോപ്പ് ആൻഡ് US എല്ലായിടത്തും ഇവർ ട്രേഡ് ചെയ്യാണ്. അപ്പം ഇവരെ ബാൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂസ് വന്നിരിക്കുന്നത്. ദേ ഹാവ് ബീൻ അലൗഡ് നോട്ട് ടു ട്രേഡ് എനിമോർ ഇൻ ദി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആൻഡ് ദേ ആർ ഗീവൺ
3 months time to square off their portions. Okay, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സാഡ് ദാറ്റ് ദ ഇന്ത്യൻ index and Indian markets can be manipulated so easily by 3 or 4 firms who are having huge capital with them. എന്ന് വെച്ചാൽ സെബിയുടെ കുറച്ച് കാലത്തുള്ള സ്റ്റഡിയിൽ കഴിഞ്ഞ വർഷം നടത്തിയ സ്റ്റഡിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ 100 പേര് ഓപ്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ 92 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആർ ലൂസിങ് മണി. ഓക്കെ, ബാക്കി 8% ദേ ആർ മേക്കിംഗ് മണി. അതിൻ്റെ വേറൊരു കണക്ക് ഞങ്ങൾ റീസെൻ്റായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിൽ 1 ലക്ഷം 2 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു ഇയറിലെ കാര്യം പറയുകയാണ്, അതിൽ കുറേ പേരുണ്ട്. ബിക്കോസ് പിന്നെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്ക് 5% ഈ ടോട്ടൽ ഈ പോകുന്ന ആൾക്കാരുടെ മുഴുവൻ പൈസ കിട്ടുന്നത് ഒരു 5% 6% ആൾക്കാർക്കാണ്. അതിൽ 3-4 ആൾക്കാർക്കാണ് ഈ പോകുന്ന പൈസയുടെ 70 to 80% കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെയിൻ സ്ട്രീറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേമാണ്. ഓക്കെ, ദേ ആർ നോട്ട് എ ഫോറിൻ ഇൻവെസ്റ്റർ ഹു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ ഫോർ ദ ലോങ് ടേം. എന്ന് വെച്ചാൽ നമ്മുടെ ലോങ് ഓൺലി ഫണ്ട്സ് ഉണ്ട്, പെൻഷൻ ഫണ്ട്സ് ഉണ്ട്, സോവറിൻ ഫണ്ട്സ് ഉണ്ട്. സോവറിൻ ഫണ്ട്സ് എന്ന് വെച്ചാൽ ഓരോ കൺട്രീസിൻ്റെ സ്റ്റേറ്റ് ഫണ്ട്സ് ഉണ്ട്. ഇവരെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് കനേഡിയൻ പെൻഷൻ ഫണ്ടൊക്കെ ദേ ആർ 20 to 25 years ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ദിസ് ജെയിൻ സ്ട്രീറ്റ് ക്യാപിറ്റൽ പോലെ ഒരു 5-6 പേരുണ്ട് വലിയ മണി പവറുള്ളവർ. ദേ ആർ പ്യുവർ ട്രേഡേഴ്സ്. അവർ വന്ന് കുറേ പൈസ ഇറക്കി കുറേ കാശ് കൊണ്ടുപോകുന്നു. ഇതാണ് ഈ ജെയിൻ സ്ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ടു ടെൽ യു ഫ്രാങ്ക്ലി, ഇത്രയും വർഷമായിട്ട് ലിവറേജ്ഡ് ട്രേഡിംഗ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണെങ്കിലും പഴയ ബദല ട്രേഡിങ്ങിലാണെങ്കിലും ഞാനൊരു 3 ലക്ഷം ക്ലയൻസിനെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ വിരളിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ എൻ്റെ ഈ സ്ഥാപനത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അത്രയും കഷ്ടമാണ്. ഇപ്പോൾ കാർത്തികേൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം, നമുക്ക് അതിനുള്ള റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം, ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാം. ദ പ്രോബ്ലം ഈസ് നമ്മൾ മിക്കവാറും ആൾക്കാർ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആദ്യം കുറച്ച് പൈസ കിട്ടും. പൈസ കിട്ടുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഈസി മണി. ഓക്കെ, 10% ഇട്ടിട്ട് ഒരു 10% കിട്ടും. അപ്പോൾ അവർ വീണ്ടും ട്രേഡ് ചെയ്യും. അപ്പോൾ പൈസ പോകും. പൈസ പോകുമ്പോൾ വിചാരിക്കും പോയ പൈസ കിട്ടിയാൽ ഞാൻ നിർത്താമെന്ന് വിചാരിക്കും. പോയ പൈസ കിട്ടിയാൽ നിർത്തുമോ? എന്തായാലും ഇത്രയും കിട്ടിയല്ലേ, കുറച്ചുകൂടെ കിട്ടട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ഈ ഒരു അഡിക്ഷൻ പോലെയാണ്, ലൈക്ക് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ. വൺസ് യു സ്റ്റാർട്ട് ട്രേഡിങ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു എൻഡ് ട്രേഡിങ്. ബിക്കോസ് ഇതൊരു നമ്മുടെ ഇത് ഈ പൈസ വരെയും പോവുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പൈസ കിട്ടുമ്പോഴത്തേക്ക് ഒരു ഹരമാണ്. അപ്പോൾ പൈസ കിട്ടുമ്പോഴത്തേക്ക് അറിയാം ഞാനിതാ ഇതിൽ ഞാൻ ട്രേഡ് ചെയ്തു, എനിക്കറിയായിരുന്നു കയറുമെന്ന്, ഞാൻ ഓപ്ഷൻസ് ചെയ്തു, എനിക്ക് ഇത്രയും പൈസ കിട്ടിയെന്ന് പറയും. പൈസ പോകുമ്പോഴത്തേക്ക് ആദ്യം എന്നെ ബ്ലെയിം ചെയ്യും. ബ്രോക്കർ രാജേന്ദ്രൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് പറയും. പിന്നെ NSE ബ്ലെയിം ചെയ്യും, BSE ബ്ലെയിം, CBA ബ്ലെയിം ചെയ്യും, എല്ലാവരും ബ്ലെയിം ചെയ്യും. പൈസ കിട്ടുമ്പോൾ മാത്രം നമ്മൾ ക്രെഡിറ്റ് എടുക്കും. അപ്പോൾ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സിൽ ഞാൻ ട്രേഡ് ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് യു വിൽ ഗെറ്റ് 15 to 16% റിട്ടേൺസ്. ദാറ്റ് വിൽ വേറെ ഏത് മെത്തേഡിനെക്കാട്ടി കൂടുതൽ പൈസ കിട്ടുന്നത് കോമ്പൗണ്ടിങ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അല്ലാതെ 1 ലക്ഷം രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് എനിക്ക് 3 മാസം കൊണ്ട് 5 ലക്ഷം രൂപ ഉണ്ടാക്കണമെന്ന് പറയുന്ന ആൾക്കാർ ആരും ഉണ്ടാക്കിയിട്ടുമില്ല. അവർക്കെല്ലാം പൈസ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പൈസ കിട്ടുന്നില്ല. എനിക്കറിയാം ഓപ്ഷൻസിൽ റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ, ഈ സെല്ല് ചെയ്യുന്ന ആൾക്കാർ, പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എനിക്കറിയാം. ഓക്കെ, പക്ഷെ അവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വിചാരിക്കും സപ്പോസ് ദേ ഹാവ് എ ലെറ്റസ് സേ ദേ ഹാവ് എ ക്യാപിറ്റൽ ഓഫ് 1 crore rupees. ഈ 1 crore rupees വെച്ചിട്ട് ഇവർ സ്ട്രാറ്റജീസ് വന്നിട്ട് ഔട്ട് ഓഫ് ദ മണി കോൾസും ഔട്ട് ഓഫ് ദ മണി പുട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളും നമ്മുടെ ഓഫീസിൽ ഞങ്ങൾ പ്രൊപ്പറേറ്ററി ട്രേഡിങ് ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന റിട്ടേൺസ് എന്ന് വെച്ചാൽ നമ്മൾ 1 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് 1 കോടി രൂപ കിട്ടും എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റിനെക്കാട്ടി കുറച്ചുകൂടെ പൈസ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ശരാശരി നേരത്തെ ഓപ്ഷൻസ് ഔട്ട് ഓഫ് ദ മണി സ്ട്രാറ്റജി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 18% വരെ കിട്ടിയ സമയമുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് ആ പ്രീമിയം എല്ലാം കുറഞ്ഞപ്പോഴത്തേക്ക് ഒരു 15-16% ഡിസിപ്ലിൻഡായിട്ട് ട്രേഡ് ചെയ്തിട്ട് വളരെ നോളജബിളായിട്ട് ഓപ്ഷൻസ് ഒക്കെ അറിയാവുന്ന
ആൾക്കാരെ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓഫീസിൽ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻസ് ചെയ്യാൻ മാത്രം ഞങ്ങൾക്ക് 2 സ്റ്റാഫുണ്ട്, അതിൻ്റെ വേറെ ഹെഡുണ്ട്. നമ്മൾ വെച്ചാൽ ഒരു വർഷം നമ്മളൊരു എക്സ്പെരിമെൻ്റ് പോലെ ഒരു വർഷം നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ഒരു 15% 12% നമുക്ക് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ പോയി കഴിയുകയാണെങ്കിൽ വി വിൽ ലൂസ് മണി. അപ്പോൾ ഞാൻ ഈ ഓപ്ഷൻസിലെ ഫ്യൂച്ചേഴ്സിലെ ട്രേഡ് ചെയ്യേണ്ടെന്ന് അല്ല ഞാൻ പറയുന്നത്. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ എൻ്റെ കണക്ക് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ടോട്ടൽ റവന്യൂസിൻ്റെ ഒരു 15 to 17% മാത്രമേ നമുക്ക് ഓപ്ഷൻസ് ചെയ്യുന്ന ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജെയിൻ സ്ട്രീറ്റ് ക്യാപിറ്റൽ ചെയ്ത ഈ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമുക്ക് അൺഇമാജിനബിൾ ആയിട്ടുള്ള പൈസയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അവർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് 2000 എന്തോ സ്റ്റാർട്ട് ചെയ്ത്. ദേ സ്റ്റാർട്ടഡ് ആക്റ്റീവ്ലി ട്രേഡിങ് ഇൻ ഓപ്ഷൻസ് ഇൻ 2023. ഈ 2023 ഏപ്രിൽ മുതൽ ഇതുവരെ അപ്പോൾ അവർ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട് ദേ മെയ്ഡ് 36,500 crore rupees. ഓക്കെ, എവരി ഓപ്ഷൻസിൽ നിന്ന് അൺഡ്യൂ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഒൺലി ത്രൂ മാനിപ്പുലേഷൻ. നമ്മുടെ ഇൻഡെക്സിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ പൈസ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സെബി അവരെ ബാൻ ചെയ്തിട്ട് സെബി അവരുടെ അസറ്റിനെ ഫ്രീസ് ചെയ്തു. അതാണ് ഈ 4,840 കോടിയുടെ കണക്ക് ആൾക്കാർ പറയുന്നു അത് സെബി പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. അവർ കൊണ്ടുപോകാനുള്ള 36,000 കോടി അവർ കൊണ്ടുപോയി കഴിഞ്ഞു. അതിൽ മിച്ചമുള്ള 4,000 കോടി അവർ അസറ്റ് ഇവിടെ കിടക്കുന്നതാണ് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഫ്രീസ് ചെയ്തിട്ട് പൊസിഷൻ എല്ലാം കട്ട് ചെയ്യാൻ പറഞ്ഞ് ഈ 4,500 കോടി ഇവർ എടുക്കുമായിരിക്കും, കേസ് പറയുമായിരിക്കും, അവർ ഡിസ്പ്യൂട്ട് ചെയ്യും, ഇതെല്ലാം ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ ലീഗലായിട്ട് നമ്മൾ NSEയുടെ റൂളോ BSEയുടെ റൂളോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ എല്ലാവരും ചെയ്യുന്ന കണക്ക് അവർ ഓപ്ഷൻസിൽ വിറ്റു. പക്ഷേ അവരെന്താ ചെയ്തതെന്നുള്ളത് കാർത്തിക് പറഞ്ഞ കണക്ക് അവരുടെ കയ്യിൽ ഹ്യൂജ് ഫണ്ട്സ് ഉണ്ട്. ഈ നേരത്തെ ഈ എക്സ്പയറി എല്ലാ വീക്ക്ലി എക്സ്പയറി ഉണ്ടായിരുന്നു ഇൻഡെക്സിൻ്റെയൊക്കെ. അതൊക്കെ ഒരു വല്ലാത്തൊരു പ്രോഡക്റ്റ്സാണ്, ഭയങ്കര വോളറ്റിലിറ്റിയാണ്. അപ്പോൾ ഈ എക്സ്പയറി ഡേ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ രാവിലെ വന്നിട്ട് ഇവർ മെയിനായിട്ട് ചെയ്യേണ്ടിരുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. ഈ ബാങ്ക് നിഫ്റ്റിയിൽ 5 സ്റ്റോക്ക് ചേർന്നിട്ട് 82% അതിൻ്റെ വെയിറ്റേജ്. 2 സ്റ്റോക്ക് ചേർന്നിട്ട് 53% വെയിറ്റേജ്. എന്ന് വെച്ചാൽ HDFC ബാങ്കിൻ്റെ വെയിറ്റേജ് 28%, ICICI ബാങ്കിൻ്റെ വെയിറ്റേജ് 27%. ഈ 2 സ്റ്റോക്കിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 53% വെയിറ്റേജാണ്. ഇൻഡെക്സിനെ ഈസി ആയിട്ട് കയറ്റാനും ഇറക്കാനും പറ്റും. അപ്പോൾ ഇവർ രാവിലെ വന്നിട്ട് ഫസ്റ്റ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഫ്യൂച്ചേഴ്സിലും ബൈ ചെയ്യും, ക്യാഷ് മാർക്കറ്റിലും ബൈ ചെയ്തിട്ട് ഇതിനെ പമ്പപ്പ് ചെയ്യും. പമ്പ് ആൻഡ് ഡംപ് എന്നാണ് പറയണത്. ഇതിനങ്ങോട്ട് പമ്പ് ചെയ്യും. പമ്പ് ചെയ്ത് മേളിലോട്ട് കയറുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? അവർ കോള് വിൽക്കും. ബെയറിഷാണ്, അവർക്ക് അറിയാം ഇനി താഴാൻ പോകണം, എന്നിട്ട് പുട്ട് മേടിക്കും. ഈ കോളിൻ്റെയും പുട്ടിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് വോളറ്റൈൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ 50 പൈസയ്ക്ക് ചിലപ്പോൾ വാങ്ങുന്ന ഒരു പുട്ട് മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ അന്ന് എക്സ്പയറിക്ക് അത് ചിലപ്പോൾ 100 രൂപയാന്നിരിക്കും. എന്ന് പറഞ്ഞാൽ 100 ഇരട്ടി 200 ഇരട്ടിയാണ് ഓപ്ഷൻസിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ കോൾ മേടിക്കുന്ന 5 രൂപയ്ക്ക് ഔട്ട് ഓഫ് മണി കോൾ ഉണ്ടെങ്കിൽ മാർക്കറ്റ് കയറ്റുവാണെങ്കിൽ 5 രൂപ എന്നുള്ള എക്സ്പയറി ഡേ 25-30 രൂപയാവും. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ മാർക്കറ്റിനെ ഇങ്ങനെ കയറ്റിയിട്ട് ഇവർ പുട്ട് ഓപ്ഷൻസ് വാങ്ങുകയും കോൾ ഓപ്ഷൻസ് വിൽക്കുകയും ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് കോൾ ഓപ്ഷൻ്റെ റേറ്റ് കുറയും. അപ്പോൾ 10 രൂപയ്ക്ക് വിറ്റ കോള് ഇവർ 50 പൈസയ്ക്ക് 1 രൂപയ്ക്ക് മേടിക്കും. എന്നിട്ട് 1 രൂപയ്ക്ക് വാങ്ങിച്ച പുട്ട് ഇവർ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കും വിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇവരിത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് നമുക്ക് തന്നെ അറിയാം. എക്സ്പയറി ഡേയിൽ ഇവിടെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും കാണുമായിരിക്കും. ഭയങ്കര വോളറ്റിലിറ്റി മൂവ്മെൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ട് മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ പറ്റുന്നു? ബിക്കോസ് ഇൻഡെക്സ് ഇസ് സോ സ്ക്യൂഡ് ദാറ്റ് 53% വെയിറ്റേജ് 2 സ്റ്റോക്കിനുണ്ട്. ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ കയ്യിൽ മണി പവർ ഉണ്ട്. ദേ ഹാവ് ഡിപ്ലോയിഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻ ഈച്ച് കൺട്രി. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം വെച്ചാലോ, അപ്പോൾ ഓപ്ഷൻസിൽ അവർക്ക് പൈസ കിട്ടി. അപ്പോൾ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് മാർക്കറ്റിൽ ഇവർ വാങ്ങി കയറ്റിയില്ലേ, അപ്പോൾ അതിനെ വിൽക്കുമ്പോൾ അതിനകത്ത് ലോസ് വരില്ലേ എന്ന് ചോദിക്കും. ഇല്ലേ? നമ്മൾ രാവിലെ ഈ സ്റ്റോക്സ് എല്ലാം അവർ മേടിച്ചു, 100 രൂപയ്ക്ക് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് 110 രൂപ വരെ കയറ്റിയിട്ട് പിന്നെ അവർ വിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ 95 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. അതിൻ്റെ കണക്ക് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഈ 36,500 കോടി രൂപ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് 42,500 കോടി രൂപ ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റും വെറും 7,000 കോടി രൂപയാണ് ഫ്യൂച്ചേഴ്സിലും ക്യാഷ് മാർക്കറ്റിലും വന്ന ലോസ്. അപ്പം ഫ്യൂച്ചേഴ്സിലും ക്യാഷ് മാർക്കറ്റിലും വരുന്ന ലോസ് അത് ഇറങ്ങുമ്പോഴത്തേക്ക് 5% 6%-ലേ ഉള്ളൂ. അത് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഓപ്ഷൻ 5 ഇരട്ടി 4 ഇരട്ടി ആവില്ലേ? അത്രയും പൈസ കൊണ്ടുപോയതിന് ശേഷമാണ് സെബി എല്ലാം കണ്ടുപിടിക്കുക ഇങ്ങനെ ഒരു പരിപാടി നടക്കുകയാണ് എന്ന് പറയുന്നത്. പ്യുവർ മാനിപ്പുലേഷനാണ് നടന്നിരിക്കുന്നത്. ഐ ഫീൽ വെരി സാഡ് ബിക്കോസ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഓപ്ഷൻസൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവരൊന്നും ഈ പറയുന്നതൊക്കെ കളി അറിഞ്ഞവിടെ ആട്ടം കാണുന്ന കണക്ക് എല്ലാവരും വരുന്നു, ഓപ്ഷൻ മേടിക്കുന്നു, ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതാക്കി ഇപ്പം വീക്കിലി എക്സ്പയറി നിഫ്റ്റിക്ക് സെൻസെക്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മന്ത്ലി ആക്കി. ഇനിയും സ്റ്റെപ്സ് എടുക്കുമെന്നാണ് പറയുന്നത്. ബട്ട് നൗ വാട്ട് ഹാസ് ഹാപ്പൻഡ്, ഓപ്ഷൻസിൻ്റെ വോളിയം ഭയങ്കരമായിട്ട് ഇറങ്ങി. ദീസ് 3-4 പീപ്പിൾ വെയർ ഡൂയിങ് അറൌണ്ട് 60-70% ഓഫ് ദ ഓപ്ഷൻസ് ട്രേഡ്. ഓപ്ഷൻസിൻ്റെ വോളിയം ഭയങ്കരമായിട്ട് ഇത് കുറഞ്ഞു കാരണം ഒരുപാട് ന്യൂ ജനറേഷൻ ബ്രോക്കേഴ്സിൻ്റെയൊക്കെ മെയിൻ ഇത് വന്നിരിക്കുന്നത് ഈ ഓപ്ഷൻസ് ട്രേഡിങ്ങിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് എ വെരി അൺഹെൽത്തി തിങ് ദാറ്റ് വാസ് ഗോയിങ് ഓൺ. ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ട്രേഡിങ് ഇൻ ഓപ്ഷൻസിൻ്റെ 2022-23 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആൾക്കാരാണ് ഇന്ത്യയിൽ റീറ്റെയിലേഴ്സ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത്. എല്ലാവർക്കും പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഇസ് എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഈ ഇപ്പോൾ ഉള്ള ഒരു പെയിന് നമുക്ക് ചിലപ്പം ഫീൽ ചെയ്യുമായിരിക്കും കുറച്ച്, പക്ഷേ അൾട്ടിമേറ്റ്ലി ഇറ്റ് സ്റ്റെപ്പ് ഇൻ ദ ഡയറക്ഷൻ. ഇവർ നേരത്തെ എന്തുകൊണ്ട് ചെയ്തില്ല? ഞാനും കാർത്തികുമില്ല ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ആരാണ്ട് നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതിങ്ങനെ കയറ്റിയിട്ട് മേളിൽ കൊണ്ടുപോയിട്ട് ഒറ്റയടിയും അടിക്കും. ഇത് വിൽക്കുന്നത് ഇവർ യൂസ് ചെയ്യുന്നത് നമ്മളെ കണക്ക് 100 ഷെയർ ടൈപ്പ് ചെയ്ത് കയറ്റുകയല്ല. ആൽഗോറിതമിക് സോഫ്റ്റ്വെയർ ഉണ്ട്, ആൽഗോ സോഫ്റ്റ്വെയർ, ലേറ്റസ്റ്റ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർസ് അവർ ഡെവലപ്പ് ചെയ്തിട്ട് അത് വച്ചിട്ട് ദർ ഇസ് എ ഫെസിലിറ്റി ഇൻ അവർ എക്സ്ചേഞ്ചസ് വെയർ ഈ ആൽഗോ ട്രേഡിംഗ് പോസിബിൾ ആണ്. മൾട്ടിപ്പിൾ ട്രേഡ്സ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മളൊരു ഓർഡർ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ 1000 ഷെയർ വിൽക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ഓർഡർ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് എടുക്കും. ഇത് കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്ത ആൽഗോ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കും. സെല്ല് ചെയ്ത് താഴെ ഒരു ലെവലിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്, അത് തിരിച്ച് ബൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിൽ നമുക്ക് ആർക്കും ഇപ്പം എല്ലാവരും പറഞ്ഞു ആൽഗോ ട്രേഡിങ് എടുക്കുക, നമുക്ക് ആൽഗോ ട്രേഡിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാലം മുമ്പ് ആൽഗോ ട്രേഡിങ്ങിന് അതിന് 50 ലക്ഷം രൂപ NSEക്ക് ഡെപ്പോസിറ്റ് കൊടുക്കണം. അങ്ങനെ ഒരുപാട് അതിന് പ്രത്യേകിച്ച് കമ്പ്യൂട്ടേഴ്സ് വേണം, ഓഡിറ്റ് വേണം, ഭയങ്കര ചിലവാണ്. ഇതെല്ലാമൊക്കെ വച്ച് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല. വാട്ട് മണി വി ക്യാൻ മേക്ക് ഈസ് ത്രൂ നോർമൽ ട്രേഡിങ്. ഈ പറഞ്ഞ കണക്ക് 15% റിട്ടേൺസ് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ ചെയ്യുക. അല്ലാതെ ആരെങ്കിലും ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് മാർക്കറ്റ് മാനിപ്പുലേഷൻ ആൻഡ് അൺലോഫുൾ ട്രേഡിങ്. 15% മൺസൂൺസ് കഴിഞ്ഞ വർഷത്തെ ഇതുവരെ ബെറ്റർ ആയിരുന്നു. പിന്നെയുള്ള നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ SIPയിൽ 27,000 കോടി വന്നിട്ടുണ്ട്. ടോട്ടൽ ഇൻഫ്ലോ കഴിഞ്ഞ ഡിസംബറിലൊക്കെ 40,000 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് പൈസ മാർക്കറ്റിൽ നിന്ന് പോകുന്നു. എന്നാലും 10-20,000 കോടി രൂപ മാസം വരുന്നുണ്ട്. ഒരുപാട് ന്യൂ ഫണ്ട് ഓഫറിങ്സ് വരുന്നുണ്ട്. പിന്നെ FIs കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഹ്യൂജായിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരുന്നു. അവരെ സെല്ലിങ് നിർത്തി, അവർ ബൈയിങ് തുടങ്ങിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പോവുകയാണ്. പിന്നെ മാർക്കറ്റിൻ്റെ കാര്യം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. നമുക്ക് നമ്മുടെ തലയിൽ ഏറ്റവും ഹെവി ആയിട്ടിരുന്ന ഒരു വോള് പോലെ ഇരുന്നത് നമ്മുടെ ഈ ട്രംപിൻ്റെ ഈ ടാരിഫ് ഇഷ്യൂസാണ്. അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മോശമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ഗെറ്റ് സോൾവ്. ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് സോൾവ് ചെയ്ത് കഴിയും. പിന്നെ ഉള്ള നമ്മുടെ വറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനികളുടെ റിസൾട്ട്സാണ്. ആ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഏർണിങ്സ് ഗ്രോത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടില്ല ഇതുവരെ. ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ വലിയ ഏർണിങ്സ് ഗ്രോത്ത് ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത്രയും വീണിട്ട് 24,500 മേളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ടോട്ടൽ ഫോളിൻ്റെ 61.8% റിട്രേസ്മെൻറ്റ് മേളിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് പറയാം ഇൻ ദ കമ്മിങ് മന്ത്സ് ഡെഫിനറ്റ്ലി വിൽ സി എ ന്യൂ ഹൈ ഇൻ അവർ മാർക്കറ്റ്സ്. നേരത്തെ 26,300 ആയിരുന്നു മാർക്കറ്റ്, അതിന് മേളിൽ ഈ വർഷം തന്നെ പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ പിന്നെ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു വെൻ്റ് അപ്പ് ടു 25,650 വരെ എന്തോ പോയിട്ട് 25,150 നിൽക്കുകയാണ്.
25,000-ലൊക്കെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. അതിന് താഴെ പോകാനുള്ള ചാൻസസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസൊന്നുമില്ല. ട്രേഡ് ചെയ്യുന്നവർക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് അനുഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും എവിടെ വേണമെന്നുണ്ടെങ്കിലും പോയി ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, കുറച്ച് പേര് ഉണ്ടാക്കുന്നുണ്ട്. ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കുന്നു. അത് ഈ പറഞ്ഞ കണക്ക് ഈ ചെറിയ റിട്ടേൺസ്, ഇയർലി റിട്ടേൺസ് കിട്ടുന്നവരുണ്ട്. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു മേക്ക് ക്വിക്ക് മണി. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ പോവുകയുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഗാംബ്ലിങ്. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുമായിരിക്കും, പക്ഷേ അതേപോലെ പോകും. ദാറ്റ്സ് ഓൾ. താങ്ക് യു.